രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം മഹിമ നമ്പ്യാർ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വീണ ജോർജ്, നഗരസഭാ അധ്യക്ഷ സിന്ധു അനിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരമാണ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഉടമകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50% പണിക്കൂലി കുറവിൽ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് രാജകുമാരിയിൽ നിന്നും വാങ്ങാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും വിതരണം ചെയ്തു. കല്ലമ്പലം പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ജൈത്ര യാത്ര ഇന്ന് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ നിലനിൽക്കുകയും വിദേശത്തും ഈ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചസ് കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് ഈ മാധ്യമ പ്രവർത്തകരും എന്റെ പിന്നിലിരിക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, മത സംഘടനാ നേതാക്കളുമാണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. 5 പവൻ മുതൽ എടുക്കുന്ന എല്ലാവർക്കും സ്വർണം സമ്മാനമായി ലഭിക്കും. അതോടൊപ്പം വിവിധ ഓഫറുകളുണ്ട്. പണിക്കൂലിയിൽ 50% ഓഫറുണ്ട്. അതുപോലെ ഇവിടെ ഡയമണ്ടിന് 50% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാജകുമാരിക്ക് തന്നെ ദുർഗ ഡയമണ്ട്സ് ഉണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ലൈറ്റ് വെയ്റ്റിന് വിപ്ലവം സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് രാജകുമാരി. നമുക്കറിയാം രാജകുമാരി ഗ്രൂപ്പിനെ പറ്റി എല്ലാവർക്കും അറിയാം. അവരുടെ സോഷ്യൽ സർവീസ് ആണെങ്കിലും കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുന്ന സർവീസ് ആണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി ജ്വല്ലറി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കളക്ഷൻസ് കസ്റ്റമേഴ്സിൽ എത്തണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും വളരെയധികം നിർബന്ധമുള്ള ഒരു ഗ്രൂപ്പാണ് രാജകുമാരി. അപ്പൊ അത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ സാധിക്കുക, ബ്രാൻഡ് അംബാസിഡർ ആകാൻ സാധിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഹാൻഡിലാണെങ്കിലും വളരെയധികം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയ കളക്ഷൻ, ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിലുള്ള സാധാരണക്കാർക്ക് വാങ്ങാൻ. നമ്മൾ ജ്വല്ലറി വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള മാല വേണം, അങ്ങനെയുള്ളത് വേണം, കളക്ഷൻസ് അങ്ങനെ വേണം. പക്ഷെ നമ്മൾ എല്ലാവരെയും എപ്പോഴും എന്താ പറയുക,